ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷമാണ്. യുവമോർച്ച പ്രവർത്തകരുടെ സംഘർഷത്തിനിടയിൽ പ്രതിഷേധമുണ്ടാകുന്നു. വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസ് നടപടിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പോലീസുമായി ഒന്നും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ്. പോലീസ് ലാത്തിചാർജ് നടന്നിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അത്രത്തോളം വലിയ രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിഷേധം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ആ മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്ന് ഉൾപ്പെടെ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പാണ് നമ്മൾ കണ്ടത്. അത് വീണ്ടും രൂക്ഷമായി പോകുന്നതാണ് ഇപ്പോൾ കണ്ടത്. പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസുമായി ഇപ്പോഴും വാക്ക് തർക്കമുണ്ട്. അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഈ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നതും അവരെ എടുത്തുകൊണ്ട് പോകുന്നതുമൊക്കെയാണ് ഇപ്പോൾ ദൃശ്യത്തിൽ നിന്നും നമ്മൾ കണ്ടത്. ആ രീതിയിൽ സംഘർഷഭരിതമായിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, എന്താണ് അവിടെ സംഭവിച്ചത്? പ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ നിന്നും എടുത്തു മാറ്റുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പോലീസ് ലാത്തിചാർജ് ഉണ്ടായിരുന്നോ? രാഹുൽ, കേൾക്കാമോ? പോലീസ് ലാത്തി വീശിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ദൃശ്യം കൂടിയാണ് നമ്മൾ മറുവശത്ത് കാണുന്നത്. അങ്ങനെ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുണ്ടാകുന്നത്. വീണ്ടും പോലീസുമായിട്ട് തർക്കം നടക്കുകയാണ്. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, പറയൂ. ഇത് കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന് മുന്നിൽ സംഘർഷഭരിതമായ കാഴ്ചകളാണ് കാണുന്നത്. യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്നു, ഉന്തള്ളുമുണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം വരെ യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിനടുത്തേക്ക് പോയിരുന്നില്ല. അതിനുശേഷമാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ചെറുക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ സംഘർഷ അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ബാരിക്കേഡിന് വശങ്ങളുടെ ഉള്ളിലേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചു. അത് ചെറുക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്നത്. പോലീസ് അവരെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. ഏതാണ്ട് 3 റൗണ്ട് ജലപീരങ്കി ഉപയോഗിച്ചു കഴിഞ്ഞു. 2 ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇവിടെ എന്തായാലും ജലപീരങ്കികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രമാത്രം ആളുകൾ യുവമോർച്ചയുടെ ഭാഗമായി ഈ പ്രതിഷേധത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ യുവമോർച്ച നടത്തുന്നത്. പോലീസുമായി വാക്ക് തർക്കം ഉണ്ടാകുകയാണ്. പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് സമീപനം പാലിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ വലിയ പ്രവർത്തകരുടെ നിര തന്നെ ഇവിടെ ഉണ്ട്. പോലീസുമായി വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ അവരെ തള്ളി മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നു. എന്നാലും ഈ സംഘർഷാവസ്ഥയുടെ ഒഴിവാകുന്നില്ല. കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇതാണ്. അതായത് ഈ നോർത്ത് ഗേറ്റിന്റെ പല പോക്കറ്റുകളിലായി പ്രതിഷേധക്കാർ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. അത് ചെറുക്കാൻ പോലീസ് വളരെ പണിപ്പെടുന്നുണ്ട്. പൂജ, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസുമായിട്ട് ഇപ്പോഴും വാക്കുതർക്കത്തിൽ തന്നെയാണ്.
മാറിക്കൊണ്ടിരിക്കുന്നു. 10 പോലീസ് വെച്ച് 10 പോലീസ് വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ആ ഒരു പ്രതിഷേധമുണ്ട്. പോലീസ് ലാത്തി വീശിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാഹുൽ, ഇങ്ങനെ പോലീസ് ലാത്തി വീശി, അപ്പോൾ വനിതാ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ബാക്കി ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടായിരുന്നോ? പല പ്രവർത്തകരെയും എടുത്തുകൊണ്ട് പോകുന്നത് കാണാമായിരുന്നു. അവരെ ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിഷേധം തുടരുകയാണോ? ിലേക്ക് ഒരു വലിയ ആ കല്ലേറ് നടന്നപ്പോഴാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു ഒരു പ്രതിരോധം തീർത്തത്. തൊട്ടിപ്പുറത്തേക്ക് വശങ്ങളിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ പ്രതിരോധിക്കുകയായിരുന്നു. എന്തായാലും രാത്രിവിഷയ ഘട്ടത്തിൽ ഇത്തരത്തിൽ വനിതാ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്ന ആരോപണമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും BJP യുവമോർച്ച പ്രവർത്തകർ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസുമായി തർക്കമുണ്ടായത്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ആ പ്രദേശത്ത് നിന്നുള്ള പ്രതിഷേധം അത് ഒരു സ്ഥലത്തേക്ക്, അതായത് നോർത്ത് ഗേറ്റിന് മുന്നിലേക്ക് ഇപ്പോൾ എല്ലാ പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം അവിടേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി 3 പ്രവർത്തകർക്കാണ് ഇതിൽ പരിക്കേറ്റത്. 3 പ്രവർത്തകരിൽ ഒരാളെ ആംബുലൻസ് എത്തിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ കൊണ്ടുപോയത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും 3 പ്രവർത്തകർക്ക് പരിക്കേറ്റുണ്ട്. 2 പ്രവർത്തകർ ഇപ്പോൾ ദേഹാശ്വാസം മൂലം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിനെന്തായാലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പോലീസുമായി യുവമോർച്ച പ്രവർത്തകർ. ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് വളത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അവർ ശ്രമിക്കുന്നത് ചെറുക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട 2 ഇടങ്ങളിലാണ്. അതായത് ഒന്ന് ഈ സമര ഗേറ്റിന്റെ ഒരു വശത്ത് പ്രവർത്തകർ കൂടി പ്രതിഷേധിക്കുന്നു. തൊട്ടിപ്പുറത്ത് ജലപീരങ്കിക്ക് മുന്നിൽ നോർത്ത് ഗേറ്റിന് മുന്നിലും പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും നിലവിൽ ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല. പോലീസുമായി ഉന്തുതള്ളും നടക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു, ഉന്തുതള്ളും ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവരാണ് ഇവരെ ചെറുക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും സംഘർഷാവസ്ഥ സൂചിപ്പിച്ചതുപോലെ അയവില്ല എന്നുള്ളത് തന്നെയാണ് പൂജ ഇവിടുന്ന് പറയാനുള്ളത്. സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. പോലീസിന് നേരെ പ്രവർത്തകരുടെയും കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു. അങ്ങനെ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നു. അതിലാണ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നത്. നടപടിയുടെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത്. ഇപ്പോഴും സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. വനിതാ പ്രവർത്തകർക്കുൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ബാക്കി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു. അങ്ങനെ പോലീസ് നടപടിയിലേക്ക് പോകുന്നു. അതിൽ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയാണ് വലിയ രീതിയിൽ തന്നെ. അങ്ങനെയാണ് പലയിടത്തും ഇതേപോലെ തന്നെ പ്രതിഷേധം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം വീണ്ടും തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമുള്ളത്. അതിലാണ് പോലീസ് നടപടിയിലേക്ക് പോയത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ നടപടികളിലേക്ക് ഉൾപ്പെടെ പോകുന്നത്.